ഞാൻ ഡൗൺ ടു എർത്താണ് മാഡം. ഞാൻ അങ്ങ് മുകളിൽ കിടക്കുന്ന ആളൊന്നും അല്ല. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. മധു ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. എന്ന നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം. തന്റെ 2 ഗാനങ്ങൾ പൃഥ്വിരാജ് ഇടപെട്ട് ഒഴിവാക്കിയതായി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ ആരോപിച്ചു. യേശുദാസ് ആലപിച്ച ഗാനവും ഇതിൽ ഉൾപ്പെടും. കളിച്ചത് മതിയായില്ലേ, പുതിയ അടവാണോ? എന്തടവ്? തന്റെ ഗാനങ്ങൾ വിലയിരുത്താൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ വളർന്നിട്ടുണ്ടോ എന്നും രമേശ് നാരായണൻ ചോദിക്കുന്നു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രമേശ് നാരായണന്റെ പാട്ട് വളരെ അക്കാഡമിക്കൽ സോങ് ആണ്, അത് നമ്മുടെ പടത്തിൽ ചേരത്തില്ല ബിമൽ രാജ്. അങ്ങനെ തന്നെ വേണം. ഞാൻ അഭിനയിക്കണമെങ്കിൽ ഈ പാട്ടുകളൊക്കെ മാറ്റണം. നിങ്ങൾ വിചാരിക്കണ്ട പണ്ഡിറ്റ് രമേശ് നാരായണൻ തന്നെ വലിയ സംഭവം എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് നാഷണൽ അവാർഡും എല്ലാ അവാർഡും വന്നിട്ടുണ്ട്. പക്ഷെ അതല്ല കാര്യം. ഈ സാറിന്റെ കയ്യിൽ നിന്നുള്ളൊരു അവാർഡ് സ്വീകരിക്കാൻ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും, വന്ന വഴി മറക്കരുത് ഒരാഗ്രഹം. അത് സംഭവിച്ചില്ല. അപ്പം നാച്ചുറലി എനിക്ക് കിട്ടിയൊരു വല്ലാത്തൊരു വിഷമമായിരുന്നു അവിടെ. അത് ആസിഫിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതേ ഉള്ളൂ. അത് ഐ ആം സോ സോറി. ഒന്നുകൂടെ പറയാണ് ആസിഫിൻ്റെ അടുത്ത്. സോറി. കുറെ ഇംഗ്ലീഷ് വാക്കുകൾ എടുത്ത് അണ്ണാക്കിൽ വെച്ചിട്ട് തോന്നുമ്പോഴെടുത്ത് തുപ്പ്. ആസിഫിന് ഒരിക്കലും വിഷമം തോന്നരുത്. ഇനി ആസിഫിനെ ഞാൻ കാണും, ഇനിയും എനിക്ക് കാണണം. ഐ വിൽ മീറ്റ് ഹിം ഡെഫിനറ്റ്ലി. ഈ ആരാന്നും ഇന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. കാണാടാ താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.